explain cheyanonundengil, I think you can ask me right now. ഏതെങ്കിലും ഒരു കണ്ടന്റ് if you want me to explain once more or if you want me to describe again, അല്ലെങ്കിൽ ആ കണ്ടന്റ്സ് തന്നെ പോകണമെന്നുണ്ടെങ്കിൽ you can ask me right now. അല്ലെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ we can do the problem as well. Which one you prefer? നിങ്ങൾ എന്താണ് പ്രിഫർ ചെയ്യുന്നത്? Can you please tell me? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? യെസ് സാർ, കേൾക്കുന്നുണ്ട്. അപ്പം എന്താണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന ചോദ്യം? പ്രോബ്ലംസ് ചെയ്യണോ അതോ അതിനകത്ത് ഏതെങ്കിലും സെക്ഷൻ ഏതെങ്കിലും കാര്യം ഞാൻ വീണ്ടും ഡിസ്ക്രൈബ് ചെയ്യണോ? പ്രോബ്ലം ചെയ്യാം സർ. ഓക്കെ. So first problem. A tree of 12 meter high question. A tree of 12 meter high is broken by the wind in such a way that its top touches the ground. Its top touches the ground and makes an angle 60 degree. With the ground. At what height from the bottom? At what height from the bottom is the tree broken by the wind? I will read the question once more. A tree of 12 meter high is broken by the wind in such a way that its top touches the ground and makes an angle 60 degree with the ground. At what height from the bottom is the tree broken by the wind? ചോദ്യം, ഒരു മരം 12 മീറ്റർ നീളമുള്ള ഒരു മരം, ഒരു കാറ്റ് വന്നപ്പോൾ ആ മരം ഒടിഞ്ഞു. അതിൻ്റെ ഏതെങ്കിലും നടുഭാഗത്ത് ഏതെങ്കിലും ഒരു ഭാഗമാണ് അത് ഒടിഞ്ഞത്. അത് ഒടിഞ്ഞ് ചരിഞ്ഞാണ് ഇത് വീണത്. ആ മരം ഒടിഞ്ഞ് ചരിഞ്ഞു വീണു. അപ്പോൾ അത് ഗ്രൗണ്ടുമായിട്ട് അത് 60 ഡിഗ്രിയാണ് അതുണ്ടാക്കിയ ആംഗിൾ. ഓക്കെ. സോ 12 മീറ്റർ ടോട്ടൽ നീളമുള്ള ഒരു മരം ഏതോ ഒരു ഭാഗത്ത് ഒടിഞ്ഞു. ആ ഒടിഞ്ഞത് തറയിലേക്ക് ചരിഞ്ഞു വീണു. ഇറ്റ് മേക്സ് ആൻ ആംഗിൾ 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഗ്രൗണ്ടിൽ നിന്നും എത്ര ഹൈറ്റിലാണ് ഇത് ഒടിഞ്ഞത് എന്നുള്ളതാണ് ചോദ്യം. സോ വി ക്യാൻ റെപ്രസെന്റ് എ, ബി, സി, ഡി. ഓക്കെ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബി സി ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കാരണം ഈ മരത്തിന്റെ ടോട്ടൽ ലെങ്ത് തന്നിട്ടുണ്ട്. ആ ലെങ്ത്തിന്റെ ഏതൊരു ഭാഗത്താണ് ഒടിഞ്ഞത്, ഈ ടോട്ടൽ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. തന്നിട്ടുള്ള രണ്ടാമത്തെ കാര്യം, ഈ മരത്തിന്റെ ടോട്ടൽ ലെങ്ത് തന്നിട്ടുണ്ട്. സോ ബി ഡി തന്നിട്ടുണ്ട്. ഓക്കെ. ഇനി ബി സി, ബി ഡി എന്ന് വെച്ചാൽ ബി സി പ്ലസ് സി ഡി ആണ്. ഓക്കെ. ഇത് ടോട്ടലി 12 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ. നമുക്ക് ബി സി ആണ് കണ്ടുപിടിക്കേണ്ടത്. ബി സി കണ്ടുപിടിക്കേണ്ടത് കൊണ്ട് ബി സിയെ നമ്മൾ എക്സ് എന്ന് കൊടുത്തു. സോ ബി സി ഈസ് ഈക്വൽ ടു എക്സ്. ഈ ലെങ്ത് എക്സ് ആണെന്ന് കൊടുത്തു.
ടോട്ടൽ ലെങ്ത് 12 ആണ്. സോ ഈ ഡി സി എന്ന് പറയുന്ന ലെങ്ത് അല്ലെങ്കിൽ സി ഡി എന്ന് പറയുന്ന ലെങ്ത് x is plus CD is equal to 12. So CD is equal to 12 minus 6. ഈ ലെങ്ത് x, ഈ ലെങ്ത് 12 മൈനസ് എക്സ്. ഇനി ഈ ഭാഗമാണ് ഒടിഞ്ഞ് ഇങ്ങോട്ട് വീണേക്കുന്നത്. സോ ഈ ലെങ്ത്തും എ സി എന്ന് പറയുന്ന ലെങ്ത്തും സെയിം ആയിരിക്കണം, കാരണം ഇത് ഒടിഞ്ഞ് ഇങ്ങോട്ട് വീണിരിക്കുകയാണ്. ഓക്കെ, സോ ഈ ലെങ്ത് എന്ന് വെച്ചാൽ ഈ മരത്തിന്റെ ബാക്കി ഹൈറ്റ് ആയിരിക്കണം. സോ ഈ ലെങ്ത് എന്ന് വെച്ചാൽ 12 മൈനസ് എക്സ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇത്രയും കാര്യത്തിന്റെ അകത്ത് എന്തെങ്കിലും സംശയമുണ്ടോ? മനസ്സിലായി സർ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ വി ക്യാൻ പ്രൊസീഡ്. നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്ന് എടുത്തെഴുതുക. സോ എ സി ഈസ് ഈക്വൽ ടു 12 മൈനസ് എക്സ് എന്ന് തന്നിട്ടുണ്ട്. ബി സി ഈസ് ഈക്വൽ ടു എക്സ് എന്ന് തന്നിട്ടുണ്ട്, നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ദിസ് ഈസ് 90 ഡിഗ്രി. ഇത് ഓപ്പോസിറ്റ് സൈഡ് ആണ്, ഇത് ഹൈപ്പോട്ടിന്യൂസ് ആണ്. ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടിന്യൂസും തമ്മിൽ കണക്ട് ചെയ്യുന്ന റേഷ്യോ എടുക്കുക, വിച്ച് ഈസ് സൈൻ. സോ സൈൻ 60 ഈസ് ഈക്വൽ ടു ബി സി ബൈ എസ്. ബി സി ഈസ് ആക്ച്വലി എക്സ്, എ സി ഈസ് ആക്ച്വലി 12 മൈനസ് എക്സ്. ഇനി സൈൻ 60യുടെ വാല്യൂ നമുക്കറിയാം. സൈൻ 60യുടെ വാല്യൂ ഈസ് √3/2. സോ വി ഗെറ്റ് √3/2 is equal to x by 12 minus x. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ ആണ് കിട്ടേണ്ടത്. സോ √3 into 12 minus x should be equal to 2x എന്ന് കൊടുത്തു. ഇത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇത് ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ദ ആൻസർ ഈസ് 12 √3 minus √3x is equal to 2x. So we should be equal to 12 √3 is equal to ഈ മൈനസ് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ 2x plus √3x, which is x times 2 plus √3. നമുക്ക് എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ x should be equal to x should be equal to 12 √3 divided by 2 plus √3 എന്ന് കിട്ടും. സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. എക്സ് ആണ് നമ്മുടെ ഹൈറ്റ്. ഈ ഹൈറ്റ് ആണ് നമ്മൾ എക്സ് കൊടുത്തത്. ഈ ഹൈറ്റ് ആണ് നമ്മൾ എക്സ് എന്ന് കൊടുത്തത്. എക്സിന്റെ വാല്യൂ ഇപ്പോൾ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. സംശയമുണ്ടോ? ഡു യു ഹാവ് എനി ഡൗട്ട്സ്? ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണമോ? Can you please respond? മനസ്സിലായി സർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറയാണ്. സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2. A tree is broken by the wind. A tree is broken by the wind. The top struck the ground at an angle 30 degree. The top struck the ground at an angle 30 degrees and at a distance 30 meters from the root. And at a distance 30 meters from the root. Find the whole height of the tree. Find the whole height of the tree. Question ഒന്നുകൂടെ. A tree is broken by the wind. The top struck
the ground at an angle 30 degree and is at a distance 30 meters from the root. Find the whole height of the tree. ചോദ്യം, ഒരു മരം കാറ്റടിച്ചപ്പോൾ ആ മരം ഒടിഞ്ഞു വീണു. അതിൽ ഏതൊരു ഭാഗത്താണ് അത് ഒടിഞ്ഞു വീണത്? ഇതാണ് ഒടിഞ്ഞു വീണ ഭാഗം എന്ന് സങ്കല്പിക്കൂ. അത് ഒടിഞ്ഞ് അതിന്റെ മുകൾ വശം ഗ്രൗണ്ടിൽ തൊട്ടത് ഗ്രൗണ്ടുമായിട്ടുള്ള ഒരു 30 ഡിഗ്രി എന്ന് പറയുന്ന ആംഗിളിലാണ് ഇത് ടച്ച് ചെയ്തത്. അത് മാത്രമല്ല, ഇത് വീണത് ഈ മരത്തിന്റെ റൂട്ടിൽ നിന്ന്, മരത്തിന്റെ ബേസിൽ നിന്ന് 30 മീറ്റർ അകലെയാണ്. അങ്ങനെയാണെങ്കിൽ മരത്തിന്റെ ടോട്ടൽ ഹൈറ്റ് കണ്ടുപിടിക്കും. നമ്മൾ മുമ്പേ ചെയ്ത പോലെ എ ബി സി ഡി. ഓക്കെ, ഒരു മരം അത് ഒരു ഭാഗത്ത് ഒടിഞ്ഞു വീണു. സി എന്ന് പറഞ്ഞ പോയിന്റിൽ അത് ഗ്രൗണ്ടുമായിട്ട് ഉണ്ടാക്കിയ ആംഗിൾ 30 മീറ്റേഴ്സ് ആണ്. 30 മീറ്റർ അകലെയാണ് അതിന്റെ ടോപ്പ് ടച്ച് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ആ മരത്തിന്റെ ടോട്ടൽ ഹൈറ്റ്. ഓക്കെ, സോ നമുക്കറിയാം ഈ ഹൈറ്റ് എക്സ് ആണ്, ഈ ഹൈറ്റ് വൈ ആണെങ്കിൽ ടോട്ടൽ ഹൈറ്റ് എന്ന് വെച്ചാൽ എക്സ് പ്ലസ് വൈ ആണ്. ഇനി അത് മാത്രമല്ല, ഈ സി ഡി എന്ന് പറഞ്ഞ ഈ ഡിസ്റ്റൻസും ഈ എ സി എന്ന് പറഞ്ഞ ഈ ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് തിങ് ഈസ് സി ഡി എന്ന ഡിസ്റ്റൻസും എ സി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസും സെയിം ആയിരിക്കും, വിച്ച് ഈസ് ഫൈ. ബി സി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ് നമ്മൾ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്തത്. എ ബി നമുക്ക് തന്നിട്ടുണ്ട്, വിച്ച് ഈസ് 30 meters. ഓക്കെ, അപ്പൊ നമ്മൾ ട്രയാങ്കിളിന്റെ കേസ് കൺസിഡർ ചെയ്യുമ്പോൾ ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്സും അഡ്ജസന്റ് ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടിന്യൂസും കണ്ടുപിടിച്ചാൽ നമുക്ക് ആൻസർ ആയി. ദാറ്റ്സ് ദ തിങ്. നമുക്ക് ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡും നമുക്ക് ഹൈപ്പോട്ടിന്യൂസും കണ്ടുപിടിച്ചാൽ നമുക്ക് ആൻസർ ആയി. ഓക്കെ, സോ ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ ട്രീ, ടോട്ടൽ ഹൈറ്റ് of the tree is actually x plus y. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സും വൈയും ആണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നമുക്ക് 30 മീറ്റേഴ്സ് തന്നിട്ടുണ്ട്, എക്സും തന്നിട്ടുണ്ട്. സോ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഈ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡും തമ്മിലുള്ള റിലേഷൻ വെച്ച് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമുക്ക് അഡ്ജസന്റ് സൈഡും ഹൈപ്പോട്ടിന്യൂസ് തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ട് വൈയുടെ വാല്യൂ വേണമെങ്കിലും കണ്ടെത്താം. ഓക്കെ, സോ ആദ്യം അഡ്ജസന്റ് സൈഡ് 30 ഡിഗ്രിയുടെ അഡ്ജസന്റ് സൈഡ് ആണ് 30. അത് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ് കോസ്. സോ കോസ് 30 ഡിഗ്രി ഈസ് ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ് വിച്ച് ഈസ് എ ബി divided by AC. AB is actually 30 divided by AC is equal to Y. Cos 30 is actually root 3 by 2. Root 3 by 2 is equal to 30 by Y. So Y ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക, ബാക്കിയെല്ലാം ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. So which implies Y is equal to 30 into 2 divided by root 3. 60 divided by root 3. This is actually y. അപ്പോൾ ഈ ഡിസ്റ്റൻസ് കിട്ടി, ഈ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി. നമുക്ക് ഈ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. ഇത്രയും ഭാഗം ക്ലിയർ ആണോ? ഇത്രയും ഭാഗത്ത് അതെന്തെങ്കിലും സംശയമുണ്ടോ? ക്ലിയർ ആണ് സർ. ഓക്കെ, സോ അടുത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് അഡ്ജസന്റ് സൈഡും ഉണ്ട്, ഓപ്പോസിറ്റ് സൈഡും ഉണ്ട്. അപ്പൊ അഡ്ജസന്റ് സൈഡും ഓപ്പോസിറ്റ് സൈഡും തമ്മിലുള്ള റിലേഷൻ. സോ tan 30 is equal to adjacent side, opposite side by adjacent side. So BC divided by AB. So which is equal to BC is x, AB is 30. Tan 30 is equal to എന്തായിരുന്നു? Tan 30 is 1 by root 3, I think. അല്ലേ? Tan 30 is 1 by root 3 is equal to x by 30, which implies x is equal to 30 by root 3. അപ്പോൾ നമുക്ക് എക്സിന്റെ ഡിസ്റ്റൻസും കിട്ടി, വൈയുടെ ഡിസ്റ്റൻസ് കിട്ടി. എക്സിന്റെ വൈയുടെ ഡിസ്റ്റൻസ് തമ്മിൽ കൂട്ടിയാൽ ഹൈറ്റ് ഓഫ് ദ ട്രീ കിട്ടും. ഓക്കെ, സോ ഹൈറ്റ് ഓഫ് ദ ട്രീ ഈസ് x plus y, which is 60 by root 3 plus 30 by root 3
which is 90 by root 3. Denominator same ആണ്. So this is actually the height of the tree. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ you can ask me. ഈ ക്വസ്റ്റിൻ്റെ അകത്ത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ you can now ask me. സംശയമുണ്ടോ? Do you have any doubts? No, sir. Okay. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ. Okay. Next question. At a point on level ground, a point on level ground, the angle of elevation of a vertical tower, the angle of elevation of a vertical tower is found to be such that its tangent is 5 by 12. Its tangent is 5 by 12. On walking 190 meters toward the tower, on walking 192 meters towards the tower, the tangent of the angle of elevation is elevation is 3 by 4. Find the height of the tower. Okay. Question number പറയാം. At a point on the level ground, the angle of elevation of a vertical tower is found to be such that its tangent is 5 by 12. On walking 192 meters towards the tower, the tangent of the angle of elevation is 3 by 4. Find the height of the tower. അതായത് ഒരു ടവർ, ഇതിന്റെ ഹൈറ്റ് ആണ് h എന്ന് സങ്കല്പിക്കും. ഒരാൾ ഗ്രൗണ്ടിൽ എവിടെ നിൽക്കുകയായിരുന്നു. അയാൾ ഈ ടവറിന്റെ മുകളിലേക്ക് നോക്കി. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ആംഗിൾ ഉണ്ടായി. ആംഗിൾ ആണ് ആൽഫ എന്ന് സങ്കല്പിക്കുക. ആ ആംഗിളിന്റെ ടാൻ വാല്യൂ, അതായത് ടാൻ ഓഫ് ആൽഫ ഈസ് ഈക്വൽ ടു 5 by 12. അതാണ് ടാൻജന്റ് ഓഫ് ദ ആംഗിൾ എന്ന് തന്നിരിക്കുന്നത്. അതായത് ഈ ആംഗിളിന്റെ ടാൻ വാല്യൂ 5 by 12 ആണ് ആദ്യം കിട്ടിയത്. ഇനി അടുത്തതായിട്ട് അയാൾ 192 മീറ്റർ ഈ ടവറിന്റെ അടുത്തേക്ക് നടന്നു. അപ്പോൾ വീണ്ടും ഈ ടവറിലേക്ക് നോക്കി. വീണ്ടും ഈ ടവറിലേക്ക് നോക്കിയപ്പോൾ അപ്പം കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ആംഗിൾ ഉണ്ടായി. ആംഗിൾ ആണ് ബീറ്റ. അതിന്റെ ടാൻ വാല്യൂ, ടാൻ ബീറ്റ ഈസ് ഈക്വൽ ടു 3 by 4 എന്ന് സങ്കല്പിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ടവറിന്റെ ഹൈറ്റ് എത്രയാണെന്ന് കണ്ടെത്തും. ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒരാൾ ഒരു ടവറിലേക്ക് നോക്കുന്നു. അറ്റ് എ പോയിന്റ് സം എ,
ബി സി ഡി. ഓക്കെ, അപ്പോൾ ആ ടവറും അയാളുടെ വിഷനും തമ്മിലുള്ള ആംഗിൾ ആൽഫയാണ്. അതിന്റെ ടാൻ വാല്യൂ ഈസ് 5/12 തന്നിട്ടുണ്ട്. അയാൾ ആ ടവറിൽ നിന്ന് ആ ടവറിലേക്ക് 192 മീറ്റർ അടുത്തേക്ക് നടന്നു. അപ്പൊ വീണ്ടും ആ ടവറിന് ടോപ്പിലേക്ക് നോക്കി. അപ്പോൾ ഉണ്ടായ ആംഗിൾ ബീറ്റയാണ്. ആ ആംഗിളിന്റെ ടാൻ വാല്യൂ 3/4 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഹൈറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. ചോദ്യം ക്ലിയർ ആണോ? ചോദ്യം ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, സോ ഈ ഡിസ്റ്റൻസിനെ ഞാൻ എക്സ് എന്ന് സങ്കല്പിക്കുന്നു. ഓക്കെ, നമുക്ക് ടാൻ വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം ട്രയാങ്കിൾ, ഈ ട്രയാങ്കിൾ വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എ ബി സി. ഇതാണ് 90 ഡിഗ്രി. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഹൈപ്പോട്ടന്യൂസ്. സോ അവിടെ നിന്ന് നമുക്ക് ടാൻ ആൽഫയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, ദാറ്റ് ഈസ് സി ബി ഡിവൈഡഡ് ബൈ എ ബി. സി ബിയെ നമുക്ക് എച്ച് എന്ന് കൊടുക്കാം. എച്ച് ഡിവൈഡഡ് ബൈ എ ബി ഈസ് ഈക്വൽ ടു 192 പ്ലസ് എക്സ് എന്ന് നമുക്ക് സങ്കല്പിക്കാം. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 192 ആണ്. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എക്സ് ആണ്. അതിന്റെ രണ്ടിന്റെ സം ആണ് ടോട്ടൽ ഡിസ്റ്റൻസ്. ഇനി ടാൻ ആൽഫ തന്നിട്ടുണ്ട്. സോ 5/12 ഈസ് ഈക്വൽ ടു എച്ച് ബൈ 192 പ്ലസ് എക്സ്. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കും. ഫസ്റ്റ് ട്രയാങ്കിളിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ എഴുതാൻ സാധിക്കും. അടുത്തത് നമ്മുടെ രണ്ടാമത്തെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെ ട്രയാങ്കിൾ ഡി ബി സി എന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. അവിടെ ടാൻ ബീറ്റ ഓപ്പോസിറ്റ് സൈഡ് വിച്ച് ഈസ് ആക്ച്വലി സി ബി ഡിവൈഡഡ് ബൈ ഡി ബി എന്ന് എഴുതാം. സി ബി ഈസ് എച്ച് ഡിവൈഡഡ് ബൈ ഡി ബി ഈസ് എക്സ്. ടാൻ ബീറ്റ തന്നിട്ടുണ്ട് 3/4. സോ വിച്ച് ഇംപ്ലൈസ് 3/4 ഈസ് ഈക്വൽ ടു എച്ച് ബൈ എക്സ്. ഓക്കെ, സോ ഇതിൽ നിന്ന് we can write 3x is equal to 4h എന്ന രൂപത്തിൽ എഴുതാം. അതിൽ നിന്ന് നമുക്ക് അല്ലെങ്കിൽ x is equal to 4/3 h എന്ന രൂപത്തിൽ എഴുതാം. ഓക്കെ, ഇനി അതിന്റെ വാല്യൂ ഒന്നുകിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് എച്ചിന്റെ വാല്യൂ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ എല്ലാം എച്ചിലാക്കിയിട്ട് എച്ചിന്റെ എക്സ്പ്രഷനിലോട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എളുപ്പ വഴി. പിന്നെ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക. അത്രയും ഭാഗം മനസ്സിലായോ? ഇത്രയും ഭാഗത്തിന്റെ അകത്ത് സംശയമുണ്ടോ? മനസ്സിലായി. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ചെയ്യേണ്ടത് ഒന്നുകിൽ ഞാൻ പറഞ്ഞത് എക്സിന്റെ വാല്യൂ ഇതിന്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി. ഓക്കെ, സോ 5/12 is equal to h by 192 plus x-ന് പകരം 4/3 h എന്ന് നമുക്ക് എഴുതാം. ക്വസ്റ്റ്യൻ 1-ന്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് നടക്കും. ഓക്കെ, സോ 5/12 is equal to h by 192 ഗുണം 3 which is I think 594 I think plus 4h divided by 3 at 3 മേളിൽ പോകും. So it becomes 3h. Okay, നമ്മൾ വീണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, ഇവിടെയും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 5 into 594 plus 5 into 4h is equal to 12 into 3h എന്ന് കിട്ടും. Okay, so this is equal to 5 into 594 plus this is 20h, this is 36h. So നമുക്ക് എച്ചിന്റെ എല്ലാം കൂടി ടേംസ് ഒരു സൈഡിൽ കൊണ്ടുവരാം. ഈ 20h അപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. So 5 into 594 is equal to
36H minus 20H, which is actually 16H. 16H is equal to this എന്ന് കിട്ടും. So H is equal to 5 into 594 divided by 16 എന്ന് കിട്ടും. Okay. സംശയമുണ്ടോ? ക്ലിയർ ആണ് സാർ. യാതൊരു സംശയം മൾട്ടിപ്ലൈ ചെയ്തൊക്കെ ശരിയാണോ എന്നുള്ള സംശയം മാത്രമേ എനിക്കുള്ളൂ. ഏതെങ്കിലും കണക്ക് സംശയം, ഏതെങ്കിലും ഭാഗ സംശയം ഉണ്ടെങ്കിൽ. സോ അത് ഇവിടെ 594 അല്ല 576. എന്താണ് 3 എന്നുള്ള 324 കുറയ്ക്കേണ്ടത്. സോറി. ഓക്കെ. ഫൈനൽ ആൻസർ ഈസ് 5 into 576 divided by 16, which is equal to 180. So ടവറിന്റെ ഹൈറ്റ് 180 meters ആണ് ടവറിന്റെ ഹൈറ്റ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ അടുത്ത കണക്കിലേക്ക് പ്രൊസീഡ് ചെയ്തോട്ടെ. Do you have any doubts? ഇല്ല സർ, മനസ്സിലായിട്ടുണ്ട്. Okay. Next question. From the top of a hill, the angles of depression of two consecutive kilometer stones due east are found to be 30 degree and 45 degree. Found to be 30 degree and 45 degree. Find the height of the hill. From the top of a hill, the angles of depression of two consecutive kilometer stones due east are found to be 30 degree and 45 degree. Find the height of the hill. അതായത് ഒരു കുന്നിൻ മുകളിൽ നിന്ന് രണ്ട് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള കിലോമീറ്റർ സ്റ്റോൺസ്, ചെറുതാണ്, കുന്നിന്റെ ഹൈറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ ഹൈറ്റ് വളരെ ചെറുതാണ്. അതിൽ നിന്ന് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുണ്ടാകുന്ന ആംഗിൾ രണ്ട് ആംഗിൾ ആണ്, 30 ഡിഗ്രിയും 45 ഡിഗ്രി. ഓക്കെ, സോ ദിസ് ഈസ് 45 ഡിഗ്രി ആൻഡ് ദിസ് ഈസ് 30 ഡിഗ്രി. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് രണ്ടും കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള കിലോമീറ്റർ സ്റ്റോൺസ് ആണ്. ഇത് ഹൈ ട്രയാങ്കിൾ എ ബി സി പി. സോ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 കിലോമീറ്റർ ആയിരിക്കും. കാരണം ഇത് രണ്ടും കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള കിലോമീറ്റർ സ്റ്റോൺസ് ആണ്. അപ്പൊ ഇവിടെ 10 കിലോമീറ്റർ ആണെങ്കിൽ അടുത്ത സ്റ്റോൺ 11 കിലോമീറ്റർ ആണ്.
ഓക്കെ, സോ ഈ 2 കിലോമീറ്റർ സ്റ്റോൺസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും 1 കിലോമീറ്റർ ആണ്. നമുക്ക് ഇത് വെച്ച് ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ളതാണ്. തൊട്ട് മുമ്പേ ചെയ്ത പോലെ തന്നെയാണ് ഈ പ്രോബ്ലവും. തൊട്ട് മുമ്പേ ചെയ്ത അതേ പ്രോബ്ലത്തിന്റെ സിമിലർ വേർഷൻ ആണ്. ഈ ഡിസ്റ്റൻസിന് നമ്മൾ എക്സ് എന്ന് കൊടുക്കുക. ക്ലിയർ ആണോ? ഇത്രയും ഭാഗം പറഞ്ഞത് മനസ്സിലായോ? ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമുക്ക് ഈസിലി കണ്ടുപിടിക്കാമല്ലോ. തൊട്ട് മുമ്പ് ഇതേപോലെ കണക്കല്ലേ, ഇതേ ഹൈറ്റ് തന്നെ കണ്ടുപിടിക്കാൻ നമ്മളോട് ചോദ്യം. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടുപിടിച്ച് ടാന്റെ വാല്യൂ വെച്ചില്ലേ, ടാന്റെ വാല്യൂ വെച്ച് തന്നെ കണ്ടുപിടിക്കാം. ആദ്യം ട്രയാങ്കിൾ എ ബി സി കൺസിഡർ ചെയ്യാം. എ ബി സിക്കകത്ത് ടാൻ 30 is equal to സി ബി അല്ലെങ്കിൽ ബി സി ഡിവൈഡഡ് ബൈ എ ബി. ബി സി is equal to എച്ച്. എ ബി is equal to ഇവിടെ നിന്ന് ഇവിടെ ഉള്ള ഡിസ്റ്റൻസ് 1, ഇവിടെ നിന്ന് ഇവിടെ ഉള്ള ഡിസ്റ്റൻസ് എക്സ്. സോ ടോട്ടൽ ഡിസ്റ്റൻസ് ഈസ് 1 പ്ലസ് എക്സ്. ടാൻ 30 നമുക്കറിയാം, ടാൻ 30 ഈസ് 1/√3. സോ 1/√3 ഈസ് എച്ച് ബൈ 1 പ്ലസ് എക്സ്. അതിൽ നിന്ന് എച്ച് ഈസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് ബൈ √3 എന്ന് എഴുതാം, വിച്ച് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇതാണ് ഫസ്റ്റ് ട്രയാങ്കിളിൽ നമുക്ക് എഴുതാൻ സാധിക്കുന്ന കാര്യം. സോ മൂവിങ് ഓൺ, രണ്ടാമത്തെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ട്രയാങ്കിൾ ഡി ബി സി. ട്രയാങ്കിൾ ഡി ബി സിക്കകത്ത് ഇതുപോലെ തന്നെ ടാൻ 45 എടുക്കുക. ടാൻ 45 ഡിഗ്രി ഈസ് ഈക്വൽ ടു ബി സി ഡിവൈഡഡ് ബൈ ഡി ബി. ബി സി ഈസ് എച്ച്, ഡി ബി ഈസ് എക്സ്. ടാൻ 45 1 ആണ്. സോ 1 ഈസ് ഈക്വൽ ടു എച്ച് ബൈ എക്സ്, വിച്ച് ഇംപ്ലൈസ് എച്ച് ഈസ് ഈക്വൽ ടു എക്സ്. ഓക്കെ, സോ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എച്ച് എന്ന് കൊടുക്കാം. സോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 2 in 1. നമുക്ക് എച്ചിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എക്സിന്റെ സ്ഥാനത്ത് എച്ച് എന്ന് കൊടുക്കുന്നു. സോ എച്ച് ഈസ് ഈക്വൽ ടു 1 പ്ലസ് എച്ച് ബൈ √3 or √3h is equal to 1 plus h, which implies √3 minus √3h minus h is equal to 1, or √3 minus 1 h is equal to 1, which implies h is equal to 1 by √3 minus 1. So ആ ഹില്ലിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1 by √3 minus 1 ആണ്. സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. പ്ലീസ് ആസ്ക് മീ ഇഫ് യു ഹാവ് എനി ഡൗട്ട്. സംശയമുണ്ടോ? ഷുഡ് ഐ നീഡ് ടു എക്സ്പ്ലെയിൻ ദിസ് വൺസ് മോർ? Can you please respond? സംശയമില്ല സർ. ഓക്കെ, രണ്ട് എക്സസൈസ് പ്രോബ്ലം തന്നോട്ടെ ഇതുമായി ബന്ധപ്പെട്ട്. ഓക്കെ സർ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിറ്റർമൈൻ ദ ഹൈറ്റ് ഓഫ് എ മൗണ്ടൻ. Determine the height of a mountain if the elevation of its top at an unknown distance from the base is 30 degree and at a distance 10 kilometer further off from the mountain along the same line, the angle of elevation is 15 degree.
given that tan 15 is equal to 0.27. ഞാൻ ചെയ്യണോ ആ കണക്ക്? ഞാൻ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാൻ ക്വസ്റ്റ്യന്റെ ഫിഗർ പറഞ്ഞു തന്നാൽ മതി. തന്നെ ചെയ്യാമോ? ഫിഗർ പറഞ്ഞു തന്നാൽ തന്നെ ചെയ്യാമോ? ചെയ്യാം സർ. ഓക്കെ. അപ്പൊ നമുക്കൊരു മൗണ്ടൻ തന്നിട്ടുണ്ട്. ഓക്കെ. ആ മൗണ്ടന്റെ ഹൈറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ആ മൗണ്ടനിൽ നിന്ന് ഒരു പർട്ടിക്കുലർ പോയിന്റ്, ഈ പോയിന്റ് ബി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഓക്കെ. ഈ ഡിസ്റ്റൻസ് നമുക്ക് അറിയത്തില്ല. ആ ഡിസ്റ്റൻസ് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. ഓക്കെ. ഇനി അതേ മൗണ്ടന്റെ അതേ പോയിന്റിൽ നിന്ന് ഈ ലൈനിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയുള്ള പോയിന്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറയുന്നത് 15 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആ മൗണ്ടന്റെ ഹൈറ്റ് എന്താണ്? സോ ഇതിന് എ എന്ന് കൊടുക്കുക. സോ ബി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ 30 ഡിഗ്രി, എ എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ 15 ഡിഗ്രി. മുമ്പേ ചെയ്ത അതേ പ്രോബ്ലം തന്നെ ആദ്യം ഈ ആദ്യം ട്രയാങ്കിൾ എ സി ഡി കണ്ടുപിടിക്കുക. അതിന് ടാൻ 15 ഈസ് ഈക്വൽ ടു h/10 + x എന്ന് കിട്ടും. ഓക്കെ. രണ്ടാമത് ട്രയാങ്കിൾ എടുക്കുക, ട്രയാങ്കിൾ ബി സി ഡി. അതിൽ നിന്ന് ടാൻ 30 ഈസ് ഈക്വൽ ടു h/x എന്ന് കിട്ടും. രണ്ടിൽ നിന്നും എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ച് എച്ചിന്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ കിട്ടും. ഷുഡ് ഐ ഡു ഇറ്റ്? ഞാൻ ചെയ്യണോ ഈ കണക്ക്? നമ്മൾ തൊട്ടു മുമ്പേ ചെയ്ത അതേപോലത്തെ കണക്കാണ്. ഷുഡ് ഐ ഡു ഇറ്റ്? ഞാൻ ചെയ്യണോ? ദയവായിട്ടൊന്ന് പറയുമോ? ചെയ്യണോ? വേണ്ട സർ, ചെയ്തോളാം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. A person standing on the bank of a river observes that the angle of elevation of the top of a tree standing on the opposite bank is 60 degree. When he moves 40 meters away from the bank, away from the bank, he finds that the angle of elevation to be the angle of elevation to be 30 degree. Find the height of the river and the width of the find the height of the tree and width of the river. Find the
അതുകൊണ്ടാണ്. സോ നെറ്റ്വർക്ക് പോയിരുന്നത് കൊണ്ടാണ്. നിങ്ങൾ എവിടം വരെ കേട്ടു? ക്വസ്റ്റ്യൻ മൊത്തം കേട്ടു. ഓക്കെ. ആ ഫിഗർ വരച്ചത് കേട്ടായിരുന്നോ? ഇല്ല സർ. ഓക്കെ. എനിക്ക് എന്റെ സ്ക്രീൻ കാണാൻ പറ്റും. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇപ്പോഴോ? ആ ഉണ്ട്. ഓക്കെ. ഇപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ഒരാൾ ബി എന്ന് പറയുന്ന പൊസിഷൻ, അതായത് ഒരു പുഴയുടെ ഒരു തീരത്ത് നിൽക്കുകയായിരുന്നു. അയാൾ എന്നിട്ട് പുഴയുടെ മറ്റേ കരയിലുള്ള ഒരു മരത്തിന്റെ മുകളിലേക്ക് നോക്കി. ആ മരത്തിന്റെ മുകളിലേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ ആണ് 60 ഡിഗ്രി. ഓക്കെ. അപ്പോൾ അയാൾ നിൽക്കുന്നതും അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന മരവും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് ആണ് ആ പുഴയുടെ നീളം. ഇനി അയാൾ എന്നിട്ട് അതേ ഡയറക്ഷനിൽ ഒരു 40 മീറ്റർ മാറി പോയിന്റ് ബിയിൽ നിന്ന് അയാൾ പോയിന്റ് എയിലേക്ക് പോയി. എന്നിട്ട് അവിടെ നിന്ന് അയാൾ വീണ്ടും ആ മരത്തിന്റെ മുകളിലേക്ക് നോക്കി. അപ്പോൾ ഉള്ള ആംഗിൾ 30 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ മരത്തിന്റെ ഹൈറ്റും ഈ പുഴയുടെ നീളവും കണ്ടുപിടിക്കും. പുഴയുടെ നീളത്തെയാണ് നമ്മൾ എക്സ് എന്ന് കൊടുത്തത്, മരത്തിന്റെ ഹൈറ്റിനെയാണ് നമ്മൾ എച്ച് എന്ന് കൊടുത്തത്. ക്ലിയർ ആണോ? ഈ പറഞ്ഞത്രയും കാര്യം ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണോ? Can you please respond? ഓക്കെ. അപ്പൊ നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ എച്ച് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, അതുപോലെ തന്നെ നമുക്ക് എക്സും കണ്ടുപിടിക്കാം. ഓക്കെ. നമ്മൾ എച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തത് ആദ്യം ട്രയാങ്കിൾ എ സി ഡി എടുത്തു. ഓക്കെ. ഈ ഡിസ്റ്റൻസ് 40 മീറ്റർ ആണ്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് ടാന്റെ വാല്യൂ എടുക്കാം. tan 30 is equal to opposite side h divided by adjacent side which is equal to 40 plus x. ഈ ഡിസ്റ്റൻസ് 40 ആണ്, ഈ ഡിസ്റ്റൻസ് x ആണ്. tan 30 is equal to 1 by root 3 നമുക്കറിയാം. So 1 by root 3 is equal to h by 40 plus x. ഇക്വേഷൻ നമ്പർ 1. കണ്ടുപിടിക്കേണ്ടത് എച്ചും എക്സും ആണെന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഓക്കെ. അടുത്തതായിട്ട് നമുക്ക് അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അടുത്ത ട്രയാങ്കിൾ എന്ന് പറയുന്നത് ട്രയാങ്കിൾ ബി സി ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ ആണ്. ആ ട്രയാങ്കിളിന്റെ അകത്ത് tan 60 എടുക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്ന് കിട്ടും, വിച്ച് ഈസ് എച്ച് ബൈ എക്സ് എന്ന് കിട്ടും. സോ അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക, ട്രയാങ്കിൾ ബി സി ഡി. അവിടെ tan 60 is equal to opposite side CD divided by BC എന്ന് കിട്ടും. CD is H, BC is X. Tan 60 is root 3, so root 3 is equal to H by X. So ഒന്നുകിൽ H is equal to root 3x എന്ന് കൊടുക്കാം. നമുക്കിവിടെ എക്സിന്റെയും എച്ചിന്റെയും വാല്യൂ കണ്ടുപിടിക്കണം. സോ ഏതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ഡസന്റ് മാറ്റർ. ഓക്കെ. നമുക്ക് ഇക്വേഷൻ 1 നമുക്കൊന്ന് റീറൈറ്റ് ചെയ്യാം. സോ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 into 40 plus x, അതായത് ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇത് ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 40 plus x is equal to h root 3 എന്ന് കിട്ടും.
എച്ചിന് പകരം നമുക്ക് √3x എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. സോ എച്ച് ഈസ് ഈക്വൽ ടു √3x √3 ഇൻറ്റു എക്സ് ഇൻറ്റു √3 എന്ന് കിട്ടും. √3 ഇൻറ്റു √3 എന്ന് വെച്ചാൽ √3 സ്ക്വയർ ഇൻറ്റു എക്സ് എന്ന് കിട്ടും, വിച്ച് ഈസ് 3x. സോ 40 പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 3x എന്ന് കിട്ടും, വിച്ച് ഇംപ്ലൈസ് 40 is equal to 3x minus x എന്ന് കിട്ടും, which is 2x, which implies x is equal to 40 by 2, which is 20. അതായത് ആ പുഴയുടെ നീളം എന്ന് പറയുന്നത് 20 meters ആണ് എന്ന് കിട്ടും. എക്സ് കിട്ടിയാൽ ഹൈറ്റ് കിട്ടും. ഹൈറ്റ് ഈസ് √3 times x ആണ്. സോ ഹൈറ്റ് h is equal to √3 into 20 എന്ന് കിട്ടും. സോ h is equal to √3x, which is √3 times 20 or 20 √3. So height of the tree is 20 √3. Length of the river is 20. എന്തെങ്കിലും സംശയമുണ്ടോ? ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സംശയമുണ്ടോ? മനസ്സിലായി സർ. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കിയുള്ള പ്രോബ്ലംസ് ഞങ്ങൾക്ക് PDF ആയിട്ട് ഇന്ന് തന്നെ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. മനസ്സിലായി. ബാക്കിയുള്ളത് ഞാൻ ഇന്ന് തന്നെ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഓക്കെ, എനിക്ക് ഏതെങ്കിലും കണക്ക് സംശയം ഉണ്ടെങ്കിൽ വി ക്യാൻ ഡിസ്കസ്. ഏതെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വി ക്യാൻ ഡിസ്കസ് ദാറ്റ് ടുമോറോ ഓർ ഇൻ അതർ വേർഡ്സ് അതർ ഡേയ്സ്. അപ്പൊ ഇനി ഒരു കാര്യം കൂടാണ് എനിക്ക് ചെയ്യാനുള്ളത്. പ്രധാനമായിട്ടും ദയവായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും സെക്ഷൻ്റെ അകത്തെ പ്രോബ്ലംസ് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ച ഏതെങ്കിലും സെക്ഷൻ്റെ അകത്തെ പ്രോബ്ലംസ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യണം, അല്ലെങ്കിൽ അതൊന്ന് ലൈവ് സെഷനായിട്ട് എടുത്തു തരണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ഇന്ന് തന്നെ പറയുക. ഓക്കെ, അപ്പൊ ഇന്ന് നിങ്ങളൊരു സെക്ഷൻ പറയുകയാണെങ്കിൽ നാളെ നമുക്കത് ലൈവ് സെഷനായിട്ട് നമുക്കത് എടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ ഞാൻ റാൻഡമായിട്ട് വന്ന് ഏതെങ്കിലും സെക്ഷൻ്റെ അകത്തെ പ്രോബ്ലംസ് പറഞ്ഞു പോകത്തേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതെങ്കിലും സെക്ഷൻ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് ആസ്ക് മീ. ഇന്ന് തന്നെ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചാലും മതി. ഞാൻ വൈകിട്ട് മുമ്പത്തേക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുക. കോമൺ ആയിട്ട് നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ ഒന്ന് ചോദിച്ചിട്ട്, എന്നിട്ട് ആ സെക്ഷൻ വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. അതിന്റെ പ്രോബ്ലംസ് റാൻഡമായിട്ട് കുറച്ച് പ്രോബ്ലംസും വേണമെങ്കിൽ ചെയ്യാം. ഏതെങ്കിലും സെക്ഷൻ്റെ അകത്തെ ഏതെങ്കിലും പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വി ക്യാൻ ഡു ദാറ്റ്. ഓക്കെ 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 സർ. ഓക്കെ, അപ്പൊ ഇന്ന് തന്നെ എന്നോട് പറയുക, കഴിവതും ഇന്ന്